അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുക്കളയിൽ കയറി ഭക്ഷണം പാചകം ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയാണ് കേട്ടോ. കണ്ടു നോക്കി നോക്കൂ. ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്കൊരു പ്രത്യേക തരം ഒരു ക്രേസിയാണല്ലേ. അപ്പോൾ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കതൊരു സൂപ്പറാക്കാം. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇൻഷാ അല്ലാ. ഗ്രീൻ പീസിൻ്റെ കറി എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഈ ഗ്രീൻ പീസിൻ്റെ കറീൻ്റെ രുചി കൂട്ടാനായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താ അറിയോ, ഗ്രീൻ പീസ് 1 കപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 1/4 കപ്പ് കടലപ്പരിപ്പ് എടുക്കും. കടലപ്പരിപ്പ് കൂടെ ഉരുളക്കിഴങ്ങും ഇത് 3ഉം കൂടെ കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിക്കുക. ഉപ്പും ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട്. അപ്പോൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണയിൽ ഒന്ന് വറവിട്ടാൽ മതി. അതായത് വെളിച്ചെണ്ണയിൽ കടുക്, ചെറിയ ജീരകം, കറിവേപ്പില, പച്ചമുളക്, ഒരു വലിയുള്ളിൻ്റെ പകുതി, ഇത്രയും മതി കേട്ടോ. എന്നിട്ട് വറവിട്ട് കഴിഞ്ഞിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞിട്ടേ പത്തിരിൻ്റെ കൂടെ നെയ്ച്ചോറിനൊക്കെ കൂടെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് വെക്കുന്ന സമയത്ത് കടലപ്പരിപ്പ് എന്തായാലും ഉപയോഗിക്കാൻ വേണ്ടി മറക്കരുത്, രുചി ഇരട്ടിയായിരിക്കും. ഇനി നമ്മുടെ വീട്ടിൽ ധാന്യങ്ങളൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് 1 മാസം 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കിനും തൊള്ള് വരുത്ത് പതിവായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഈ തൊള്ള് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ട അറിയോ, ചെറുപയറാണെങ്കിലും കടലപ്പരിപ്പാണെങ്കിലും എന്താണെങ്കിലും ഏതെങ്കിലും ഒരു കടായിലോട്ടൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് വറുത്തെടുക്കുക. കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിക്ക് വറുത്തെടുക്കുക. വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചൂടണിയാൻ വേണ്ടിയിട്ട് ഒരു പരന്നൊരു പ്ലേറ്റിലോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പൊട്ടുകടലയും ഇതേപോലെ വറുത്തെടുക്കുന്നുണ്ട്. തൊള്ള് വരുന്ന ഏതാണെങ്കിലും ഇങ്ങനെ വറുത്തെടുക്കുക, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ തൊള്ളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ എന്തുവാണെന്നുള്ളത്? ഈ ധാന്യങ്ങളിലൊക്കെ ഈ പ്രാണികൾ വരുന്നതിനാണ് കേട്ടോ നമ്മൾ തൊള്ളെന്ന് പറയുന്നത്. നിങ്ങളെന്താ പറയുക എന്നുള്ളത് ഒന്ന് അറിയിച്ചോളൂ കേട്ടോ. ഓരോ നാട്ടിലും ഓരോ രീതിക്കാണല്ലേ. ഞാൻ പിന്നെ നമ്മുടെ അവിടെ എന്താണോ കേട്ട് പഠിച്ച് അതെന്നാണ് കേട്ടോ പറയുന്നത്, തൊള്ളെങ്കത്തൊള്ള്. ചെറുപയർ ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കാം. പക്ഷേ കുപ്പിയിലോട്ടൊക്കെ ആക്കി വെക്കണമെങ്കിൽ ഭയങ്കര പണിയായിരിക്കും അല്ലേ. കുറച്ച് എടുത്ത് ഇങ്ങനെ ഒഴിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും എളുപ്പം എന്താ അറിയോ, ഒരു കവർ എടുക്കുക. ആ കവറിലോട്ടേക്ക് ഈ ഒരു ചെറുപയർ അങ്ങനെ ഫുള്ളായിട്ട് തട്ടി കൊടുക്കുക. പിന്നെ അതേപോലെ ബോട്ടിൽ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണേ, നനവൊന്നും പാടില്ല കേട്ടോ. അത് ആദ്യം അതൊന്ന് നോട്ട് ചെയ്യണേ. അപ്പോൾ ഈ ചെറുപയർ കണ്ടില്ലേ കവറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കവർ നേരെ നമ്മുടെ ബോട്ടിലോട്ടേക്ക് ഇടുക. ഒരു കത്രിക എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെറുപയറാണെങ്കിൽ എന്താണെങ്കിലും ബോട്ടിലേക്ക് ആക്കാൻ പറ്റും കേട്ടോ. എന്ത് രസമുള്ള ടിപ്പില്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലേ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുന്ന എന്തോ ഒരു സാധനം ഇല്ലായിരുന്നോ, എന്താ അപ്പം അതിന് പറയുക, പക്ഷേ പേര് കിട്ടണമില്ല. അങ്ങനെ എന്തെല്ലോ ഉണ്ടല്ലോ നാട്ടിൽ, ഇങ്ങനെ ഒഴിച്ചാൽ താഴോട്ടേക്ക് വീഴാത്ത രീതിയിൽ അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇവിടെ അതൊന്നുമില്ല. അപ്പോഴതിനോണ്ടാണ് ഞാൻ കവർ എടുക്കുന്നത്. അതാകുമ്പോൾ എന്താ പറയുക, വേറെ എവിടേക്കും അങ്ങനെ വീണ് പോകുന്നില്ല. നമുക്ക് കറക്റ്റായിട്ട് ആ ബോട്ടിലോട്ടേക്ക് അങ്ങനെ ഇടുകയും ചെയ്യാം, അടിപൊളിയായിട്ട് പണി തീർക്കുകയും ചെയ്യാം. അതേപോലെ പൊട്ടുകടലി പിന്നെ ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ ചെറുപയർ പരിപ്പ് ഞാൻ അതേപോലെ വറുത്തിട്ടെടുത്ത് വെച്ചതാണ് കേട്ടോ. നല്ല വറവല്ല, ഒരു നേരിയ ചൂട് പിടിപ്പിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ കിട്ടും. ഇതിപ്പോൾ ചൂടുകാലാണെങ്കിലും തണുപ്പ് കാലാണെങ്കിലും മറ്റേ പ്രാണി വരേണ്ടത് പ്രാണി എന്തായാലും വരിക തന്നെ ചെയ്യും. അപ്പോഴും നമുക്കിങ്ങനെ എന്തെങ്കിലും ഒന്ന് ആക്കി വെക്കുകയാണെങ്കിൽ പ്രാണിശല്യം ഇല്ലാതെ കഴിച്ചിലാകുമല്ലോ. പ്രാണിശല്യം വെച്ചാൽ വേറൊന്നല്ല, അതിൻ്റെ ഉള്ളൊന്നും ഇങ്ങനെ തുറക്കുന്ന സമയത്തുണ്ടാവും ചില നേരം പ്രാണി വരുത്ത്, അതിന്നൊരു മോചനം ഉണ്ടാവും. പൊട്ടുകടല ചെറിയൊരു ഗ്ലാസിൻ്റെ ബോട്ടിലോട്ടേക്കാണ് ആക്കി വെക്കുന്നത്. ആ ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ആക്കി വെക്കാനൊക്കെ എന്ത് ബുദ്ധിമുട്ടല്ലേ. അപ്പോഴിങ്ങനെ ആകുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ കഴിയട്ടോ. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ. അടുത്ത ടിപ്പ്, തലേ ദിവസം നെയ്ച്ചോറൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോഴേ അത് ബാക്കി വന്നാൽ പിറ്റേ ദിവസം അത് ചൂടാക്കിയിട്ട് കഴിക്കുമ്പോഴേ അതിൻ്റെ രുചി ഒട്ടും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, ചൂടാക്കി കഴിക്കുന്ന സമയത്ത് ഒരു ചായ അലിഞ്ഞ് എന്തോ ഒരു വെള്ളം പുളിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ചോറിന്. പക്ഷെ നമുക്ക് ആ ഒരു ചോറ് വേറെ രീതിയിലാക്കിയിട്ടൊന്ന് രുചിയിലൊന്ന് തയ്യാറാക്കിയിട്ട് കഴിച്ചാലോ. ചൂടായി കിടക്കുന്ന കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ചെറിയ ജീരകം പൊട്ടിച്ചെടുക്കാം, പട്ട, ഏലക്ക, ഗ്രാമ്പു, ബേ ലീവ്സ് എല്ലാം കൂടെ കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാം. വെള്ളുള്ളിൻ്റെ അല്ലി അരിഞ്ഞതും കൂടെ അങ്ങനെ ചേർത്ത് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കളറ് മാറി വരുന്ന സമയത്ത് ഒരു ഉള്ളിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതും കൂടെ അതിലൊന്ന് ചേർത്ത് വഴറ്റി കൊടുക്കാം. പിന്നെ ക്യാബേജ്, ക്യാരറ്റ് ഓൾറെഡി അരിഞ്ഞത് എൻ്റെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ എളുപ്പമായി. അതും കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ക്യൂബ്സ് 1, പിന്നെ അതേപോലെ മന്തിൻ്റെ മസാല പൗഡർ 1 ടേബിൾ സ്പൂണ്. എന്നിട്ട് ഇത്രയും ചേർത്ത് വഴറ്റി കൊടുക്കാം. ഒരല്പം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെയും കാബേജും അങ്ങനെ ഒരുപാട് വെന്ത് പോരുതേ, അതൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിക്കാണ്. ആ ഒരു സമയമാകുമ്പോഴത്തേക്കിന് നമുക്ക് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച ചോറാണ്, അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ശരിക്കും ചൂടാക്കണം കേട്ടോ, ശരിക്കും ഒന്ന് മിക്സ് ആക്കണം. എന്നാൽ ആ തണുപ്പൊക്കെ പോയി ശരിക്കും ചൂട് പിടിക്കുമ്പോഴാണ് അത് നന്നാവുക. ചോറ് തലേന്നത്തെ ചോറല്ലേ, അത് നെയ്ച്ചോറ് വെച്ച ചോറാണല്ലോ. അപ്പോഴതിനൊരു എന്താ പറയുക, ഒരു കുഴങ്ങനെ ഉണ്ടാവുകയെ. അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നാരങ്ങൻ്റെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങൻ്റെ പകുതി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു തോടുണ്ടല്ലോ ബാക്കി വന്നത്, അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറിൽ നാരങ്ങ ഇങ്ങനെ അടങ്ങിയിട്ട് കഴിക്കുമ്പോൾ എന്ത് രസം അറിയോ. വേണ്ടവരങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലാത്തവരുണ്ടെങ്കിൽ ഒഴിവാക്കുക. പക്ഷേ നാരങ്ങൻ്റെ ജ്യൂസ് എന്തായാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ശരിക്കും ചൂടായതിന് ശേഷം മല്ലിയിലയും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയാൽ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് വെറുതെ കഴിക്കാൻ രസമാണ്. വേണമെങ്കിൽ ഒരു ബുൾസൈയൊക്കെ ആക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു ബുൾസൈ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇനി ഇതാണ്ട ചോറ് ചൂടോടെ തന്നെ വിളമ്പുകയാണ്. ഇത് കുട്ടിക്ക് ലഞ്ച് ബോക്സ് ആക്കിയിട്ടോ. പിന്നെ അതേപോലെ ഓഫീസിലേക്കോ അല്ലേ നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാനൊക്കെ ആയിട്ട് സൂപ്പറായിട്ടുള്ള ചോറ് തന്നെയാണ്. കാരണം തലേ ദിവസം നെയ്ച്ചോറ് വെച്ചത് അതിൻ്റെ ഒരു ഫ്ലേവറും പിന്നെ നമ്മൾ ഇപ്പോഴിന്ന് അൽക്കുലത്താക്കി വെച്ചതിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ അടങ്ങുന്ന സമയത്ത് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടല്ലോ. ഇനി നമ്മൾ വീട്ടിൽ മത്തി പൊരിക്കൽ സാധാരണയാണ്, പക്ഷേ ഇതൊന്ന് സ്പെഷ്യലാക്കിയിട്ട് നമുക്കൊന്ന് പൊരിച്ചാലോ. മത്തി കുറച്ച് കൂടുതലുണ്ട്. അതിലോട്ടേക്ക് കടലപ്പൊടി 1 ടേബിൾ സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് നമുക്ക് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും കൂടെ ഒരു 1/2 ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ശരിക്കും ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളം വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോഴും ഒഴിച്ചിട്ടില്ല, അതിന് ആ ഒരു നനവിൽ തന്നെയാണ് കുഴച്ചെടുത്തത്. അപ്പോൾ ഉള്ളിലേക്കൊക്കെ പിടിക്കാനായിട്ട് ശരിക്കും ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മീനൊക്കെ പൊരിക്കുകയാണെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ട് മീൻ പൊരിക്കുകയാണെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണ യൂസ് ചെയ്യാതെ നമുക്ക് കഴിച്ചിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പാനിലോട്ടേക്ക് ഇങ്ങനെ മത്തി നിരത്തി വെച്ചതിന് ശേഷം മുകളിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് മത്തി വീണ്ടും ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുകയാണ്. ഫുള്ളായിട്ട് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പതുക്കെ സാവധാനം അങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല മുരിഞ്ഞിട്ടുള്ള മത്തി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രുചിയാണ്. എന്ത് രസമറിയോ, നല്ല മുരുമുരുങ്ങനെയുണ്ട്, നല്ലൊരു ഫ്ലേവറുമാണ്. അപ്പോൾ ഈ കടലപ്പൊടി ചേർത്തിട്ടുള്ള മത്തി പൊരിച്ചത് എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതേപോലെ ഗോതമ്പിൻ്റെ പൊടി വെച്ചിട്ടുള്ള പൂരി അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതാണ് കേട്ടോ. അപ്പോഴതിൻ്റെ രുചി കൂട്ടാനായിട്ട് ഞാൻ ചെയ്യാറെന്താ അറിയോ, ഗോതമ്പ് പൊടിയിലോട്ടേക്ക് റവ ഇട്ട് കൊടുക്കും. അതായത് നിങ്ങളിപ്പോൾ 2 കപ്പ് എടുക്കുകയാണെങ്കിൽ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് റവ അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് രുചി കൂട്ടാനായിട്ട് ചെയ്യുന്നതാ അറിയോ, കസൂരി മേത്തി. അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ പൂരി ഏതാണെങ്കിലും കസൂരി മേത്തി കുറച്ചധികം ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ടേസ്റ്റ് അറിയോ. അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ കുറച്ച് കട്ടിയാക്കിയിട്ട് കുഴച്ചെടുക്കണേ. ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് എന്താ അറിയോ, പൂരിയിൽ നല്ല വെള്ളം കുടിക്കും. അപ്പോൾ റവ ചേർത്തിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിക്ക് കിട്ടുകയും ചെയ്യും. പൊരിച്ച് കഴിയുമ്പോൾ നല്ല മുരുമുരുങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. കുറേ നേരം അങ്ങനെ പിന്നെന്താണ് ആ ഒരു ക്രിസ്പി അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തായാലും ട്രൈ ചെയ്യണേ. അതേപോലെ മാവ് കുഴച്ചാൽ അപ്പോഴന്നെ പൂരിയും കൂടെ തയ്യാറാക്കണേ. മാവ് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ എണ്ണ നല്ലോണം കുടിക്കും. അപ്പോൾ എണ്ണ കുടിക്കാത്ത നല്ല പൂരി നിങ്ങൾക്ക് വേണമെങ്കിൽ കുഴച്ച പാടന്നെ അങ്ങനെ പൊരിക്കുകയും ചെയ്യണം. പിന്നെ അതുമാത്രമല്ല, പിന്നെ ഒരുപാട് വെള്ളത്തിൽ അങ്ങനെ കുഴച്ചെടുക്കരുത്, ലൂസായിട്ട് കേട്ടോ. അപ്പോൾ ഏതാണ്ട് നല്ല പൊള്ളി വന്നിട്ടുള്ള നല്ലൊരു പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ റവ ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. അപ്പോൾ ഗോതമ്പ് പൊടിയും റവയും കൂടെ ചേർത്ത് പൊരിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നല്ല മീൻകറിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ പൊളിയായിരിക്കും. നേരത്തെ ഞാനൊരു ഗ്രീൻ പീസിൻ്റെ കറി പറഞ്ഞില്ലേ, അതിൻ്റെ കൂടെ ഈ ഒരു പൂരി എന്ത് രസം അറിയോ. എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. ചീരൊക്കെ വാങ്ങുന്ന സമയത്തെ നമ്മൾ ചിലപ്പോൾ 2 കെട്ട് 3 കെട്ടൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ വാങ്ങാറ്. അപ്പോഴതാണെങ്കിൽ 2-3 ദിവസം തന്നെ ഫ്രിഡ്ജിൽ നിൽക്കില്ല. അപ്പോഴന്നെ അത് അലിഞ്ഞു പോകും കേട്ടോ. അപ്പോഴെന്താ ചെയ്യേണ്ട അറിയോ, ശരിക്കും കഴുകി വൃത്തിയാക്കിയിട്ട് അത് നമുക്ക് വേണ്ടത് അന്ന് എടുക്കുക. ബാക്കിയുള്ളത് ഫ്രീസറിലോട്ടേക്ക് അങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതിയേ.
അടുത്തത് പിന്നെ ചീരൊക്കെ അരിയുമ്പോൾ ഇങ്ങനെ ചെറുതാക്കി അരിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ വലിയ വലിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ടേ കത്തി കൊണ്ട് ഇപ്പോഴിതാ ഞാൻ പിടിച്ച ഒരു രീതി അങ്ങനെ കൊത്തി 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 കൊടുക്കുകയാണെങ്കിൽ നല്ല കുട്ടി കുട്ടി പീസാക്കിയിട്ട് അങ്ങനെ കിട്ടും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ചീരൻ്റെ അരിയുന്ന ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ കഴിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ അതേപോലെ ചീര ശരിക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് അരിയുന്നത്. പിന്നെ അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ബോക്സിലാക്കിയിട്ട് പിന്നെ ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അങ്ങനെ എടുത്തിട്ട് അങ്ങനെ കുക്ക് ചെയ്യാമല്ലോ. പിന്നെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ 2 കെട്ടും ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക കേട്ടോ. ഇനി നമുക്ക് ചീരൻ്റെത് രുചി കൂട്ടാനായിട്ട് ഓരോരുത്തർ പല രീതിക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ഇവിടെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലോട്ടേക്ക് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ജീരകം നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ചെറിയ ജീരകം കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട്, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഉള്ളിൻ്റെ പകുതിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശരിക്കും ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓറഞ്ച് കളറിലുള്ള പരിപ്പില്ലേ അതാണ് എടുത്തത്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി അങ്ങനെ ചേർത്തിട്ട് ഇതൊന്ന് ശരിക്കൊന്ന് വേവിക്കാം. വെന്ത് കഴിഞ്ഞതിന് ശേഷം ചീര അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ലോണം ചീര ഞാനിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്ത് രസം അറിയോ ഈ ഒരു ചീരൻ്റെ കറി. ഇങ്ങനെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോറിൻ്റെയും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ എന്ത് രസം അറിയോ. പിന്നെ ഏറ്റവും എളുപ്പത്തിലുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ചീര ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടൊന്ന് നമുക്ക് ശരിക്കും ഒന്ന് വേവിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒഴിവായിക്കോളൂ. രണ്ടാണെങ്കിലും രണ്ടിനും രണ്ട് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ തേങ്ങയിലേക്ക് ഒരു പച്ചമുളക് ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തതാണ്. അതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. മിക്സ് ആക്കിയ പാടെ തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീരക്കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്, ട്രൈ ചെയ്യാൻ മറക്കല്ലേ. വീട്ടിൽ അറബിക് റൈസ് ഉണ്ടാക്കുകയാണെങ്കിലേ ഉണക്കനാരങ്ങ ഇടുന്നത് പതിവായിരിക്കുമല്ലോ അല്ലേ. പക്ഷെ അത് ഇടുന്നതിന് മുൻപേ അതൊന്ന് പൊട്ടിച്ച് കൊടുക്കുക. പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പുഴുവോ പ്രാണികളോ എന്താ ഉണ്ടാവും നോക്കുക കേട്ടോ. ചിലപ്പോൾ അങ്ങനെ വല കെട്ടിയ പോലെ ഉണ്ടാവും, നമ്മളെ ചെലന്തി വല ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു വല കെട്ടിയ പോലെയൊക്കെ കാണാം കേട്ടോ. അപ്പോഴെന്തായാലും ശ്രദ്ധിക്കുക, മന്തിയോ എന്ത് വെക്കുകയാണെങ്കിലും നാരങ്ങ ഇടുന്നതിന് മുൻപേ തന്നെ അതൊന്ന് പൊട്ടിച്ചിട്ട് ശരിക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം വെള്ളത്തിലേക്കിട്ട് വേവിക്കാൻ മറക്കരുതേ. അടുത്തത് നമ്മൾ പുട്ടിൻ്റെ പൊടി പിന്നെ കുഴയ്ക്കുന്ന സമയത്തെ സാധാരണ എല്ലാവരും ചെയ്യാറ് പിന്നെ വെള്ളം ഉപ്പ് അല്ലേ. പക്ഷേ ഇതിലേക്കൊരു സ്പെഷ്യൽ ഉണ്ട്, കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം, ഒരു 1/2 ടീസ്പൂണ്. നല്ല രസമായിരിക്കും പുട്ടിൻ്റെ ആ ഒരു പൊടിയിൽ പഞ്ചസാരൻ്റെ ആ ഒരു മിക്സും കൂടെ വരുന്ന സമയത്ത്. അപ്പോൾ അതൊന്ന് എന്തായാലും ട്രൈ ചെയ്യണേ. അതുപോലെ നിങ്ങൾ എപ്പോഴാണോ പുട്ട് തയ്യാറാക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു 15-20 മിനിറ്റ്സ് മുൻപേ തന്നെ അതൊന്ന് കുഴച്ച് വെക്കണേ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് തന്നെ കിട്ടും. പിന്നെ പഞ്ചസാര ചേർക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. പിന്നെ ഉപ്പ് വെള്ളം അങ്ങനെയാണ് മിക്സാക്കി എടുക്കുന്നത്. പിന്നെ ഇത് പാക്കറ്റ് പൊടിയല്ല കേട്ടോ, ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പൊടിയാണ്. അപ്പോൾ ഇത് ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയൊക്കെ കേട്ടോ. ഒരുപാട് പേർക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ അഭിപ്രായമൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോൻ്റെ കമൻസും വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം. മാഷാ അല്ലാ. അപ്പോഴേ കാണാത്തവരുണ്ടെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള പുട്ട് തയ്യാറാക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന പൊടിയാണെങ്കിൽ പിന്നെ പറയണ്ട. ഇനി നമുക്ക് അടുത്തത് ദം ബിരിയാണിയൊക്കെ വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്തെ അതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ സാധാരണ ചെയ്യാറ് ബിരിയാണി മസാല നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കലല്ലേ. പക്ഷേ എന്താണ് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ അങ്ങനെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ദം ചെയ്യുകയാണെങ്കിൽ ആ ചോറിന് ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഇതൊരു സ്പെഷ്യലാണ്, എന്തായാലും ട്രൈ ചെയ്യാം. മുൻപ് ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. ചോറിന് എന്ത് ടേസ്റ്റ് അറിയപ്പോഴും വരിക. ഇനി വീട്ടിൽ പൊക്കുവടൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ സാധാരണ പച്ചമുളക് ആയിരിക്കുമല്ലോ അല്ലേ എല്ലാവരും എടുക്കാറ്. ഞാനിവിടെ വറ്റൽമുളകാണ് എടുക്കുന്നത്. വറ്റൽമുളക് ഇങ്ങനെ പൊടിച്ചിട്ട് ആ കുരുവൊക്കെ അതിൽ വരുന്ന സമയത്ത് നല്ല രസമായിരിക്കും. സാധാരണ പിന്നെ പൊക്കുവടാണെങ്കിലും ഉള്ളിവടാണെങ്കിലും നമ്മൾ കടലപ്പൊടിയാണല്ലോ അല്ലേ ഇടാറ്. അപ്പോൾ കടലപ്പൊടി ഇടുന്ന അതേ കൂട്ടത്തിൽ തന്നെ നമുക്ക് റവൻ്റെ പൊടിയോ അല്ലെങ്കിൽ പിന്നെ പുട്ടും പൊടിയോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 കപ്പ് കടലപ്പൊടി എടുക്കുകയാണെങ്കിൽ 1/4 കപ്പ് എന്നുള്ള രീതിക്ക് അങ്ങനെ പുട്ടും പൊടിയോ റവ എന്താണെങ്കിലും എടുത്തോളൂ കേട്ടോ. രണ്ടാണെങ്കിലും രുചി സൂപ്പറായിരിക്കും. അപ്പോൾ നല്ല മൊരിഞ്ഞ തന്നെ പൊക്കുവടാണെങ്കിലും ഉള്ളിവടാണെങ്കിലും നമുക്ക് കിട്ടും കേട്ടോ. തട്ടുകടയത്തെ ഉള്ളിവടാണെങ്കിലും പൊക്കുവടാണെങ്കിലും അവരെത്ര മണിക്കൂർ വെച്ചാലും നല്ല ക്രിസ്പി ആയിട്ടുണ്ടായല്ലോ അല്ലേ. അതിൻ്റെ ആ ഒരു ഗുട്ടൻസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല മുരിങ്ങനായിട്ട് കിട്ടാനും രുചി എന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ.
എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ ഉള്ളി കുറച്ച് അധികം എടുത്തോളൂ. ഉള്ളിവടക്കും പൊക്കുവടക്കും കുറച്ച് ഉള്ളി അധികം ഉണ്ടാകുമ്പോഴേ രസം ഉണ്ടാവുള്ളൂ. അതേപോലെ കറിവേപ്പിലയും കുറച്ച് അധികം എടുക്കുമ്പോഴേ അതും രുചി ഉണ്ടാവുകയുള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാതെ ആ ഉള്ളിയിൽ നിന്ന് വരുന്നിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല മുരിങ്ങനായിട്ടുള്ള ഉള്ളിവട നമുക്ക് പൊരിച്ചെടുക്കാം. അത് വലിപ്പമൊക്കെ ഓരോരുത്തർ അങ്ങനെ തീരുമാനിച്ചാൽ മതി, ചെറുതോ വലുതോ എന്നൊക്കെ ഉള്ളത്. എനിക്ക് എത്ര തിന്നാലും മതിയാവാത്ത ഒരു സ്നാക്സ് ഉണ്ടെങ്കിൽ ഒരു ഉള്ളിവടയും പൊക്കുവടയാണ് കേട്ടോ. എനിക്ക് എപ്പോഴെങ്കിലും കഴിക്കണമെന്ന് ഒരു സ്നാക്സ് കഴിക്കണമെന്ന് തോന്നിയാൽ അന്നേരം ഓടി പോയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഉള്ളിവടയും പൊക്കുവടയും. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കും കേട്ടോ. കാരണം എത്ര തിന്നാലും മതി വരാത്തൊരു സാധനം ഉണ്ടെങ്കിൽ ഇതേ ഉള്ളൂ. അത് നല്ല രുചിയിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോഴേ അടിപൊളിയായിരിക്കും. വെളിച്ചെണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ രസമായിരിക്കും കേട്ടോ. പക്ഷെ നമുക്ക് വെളിച്ചെണ്ണ വേണ്ട, ഓയിൽ മതി. അപ്പോൾ ഈ പൊരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ടിപ്സിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. അതേപോലെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.